അപ്പോൾ ഗൈസ് എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നതാ ഈ 4 കോഴിമുട്ട ഉപയോഗിച്ച് നല്ല അടിപൊളി ഒരു എഗ് കുറുമക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. നമ്മൾ ആദ്യം തന്നെ അറിയാലോ, നമ്മളെ എഗ് കുറുമക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിമുട്ട പുഴുങ്ങിയെടുക്കലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കോഴിമുട്ടകൾ ഓരോന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. 4 കോഴിമുട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എഗ് കുറുമക്കറിയുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കോഴിമുട്ട ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് തോല് പൊളിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടി. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കോഴിമുട്ട ഉള്ള വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ കോഴിമുട്ട പെട്ടെന്ന് തോല് പൊളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ് നമ്മുടെ കോഴിമുട്ട അത് അടുപ്പത്ത് കിടന്ന് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കോഴിമുട്ട നമ്മൾ കുറച്ചധികം തിള കൂടിയത് കൊണ്ടാണ് തോന്നുന്നത് തോല് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മെല്ലെ നമ്മളെ തണുത്ത വെള്ളത്തിലേക്ക് കോഴിമുട്ട മാറ്റി ഇടുകയാണ്. നമ്മളെ 4 കോഴിമുട്ടകളും ഈ രീതിയിൽ നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിടുകയാണ്. ഇനി നമുക്ക് ഈ 4 കോഴിമുട്ടകളും എടുത്തിട്ട് അതിൻ്റെ തോല് പൊളിച്ചെടുക്കണം. നമുക്ക് എല്ലാ കോഴിമുട്ടയുടെയും തോല് ഈ കാണുന്ന രീതിയിൽ മുഴുവനായിട്ട് പൊളിച്ചെടുക്കാം. ആദ്യത്തെ നമ്മുടെ പരിപാടി ഇതാണ്. നമ്മൾ കോഴിമുട്ടയുടെ തൊലിയൊക്കെ പൂക്കി വെച്ചതിന് ശേഷം അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ വെളിച്ചെണ്ണേൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂണ് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒന്ന് ഇവിടെ സെറ്റായി വരട്ടെ. ഈ സെറ്റായി കഴിഞ്ഞതിന് ശേഷം നെയ്യൊക്കെ അത്യാവശ്യം നല്ല പോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഉരുകി വന്നതിന് ശേഷം നമ്മളൊരു 2-3 ഗ്രാമ്പും പട്ടയും അതുപോലെ തന്നെ ഒരു 3 ഏലക്കായും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ആയതിനു ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളൂ. എന്നിട്ട് നല്ലപോലെ അടുപ്പത്ത് കിടന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. ഈ കളറൊക്കെ ഒന്ന് മാറണം. എന്നിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും കൂടി സെറ്റായതിനു ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ വലിയുള്ളി, നമ്മളിവിടെ 2 വലിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഇളകിയിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുകയാണ് നമ്മൾ ആവശ്യം. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഉള്ളി അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഉള്ളി വാടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ പോലെ തന്നെ വീണ്ടും ഇളക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വാട്ടിയെടുക്കുക. ഗൈസ് ഈ ഉള്ളി വാടുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറന്നു പോകരുത്. നമുക്ക് കുറച്ച് സമയം കൂടി ഇത് ഈ രീതിയിലൊന്ന് വാട്ടിയെടുക്കണം. നമ്മൾ ഉള്ളി വാട്ടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി, ആ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കാം. ഇനി ഈ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ അടുപ്പത്ത് കിടന്ന് നല്ല പോലെ ഒന്ന് സെറ്റ് ആവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളെ ഉള്ളി തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കുക. കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാണ്, കുറഞ്ഞു പോയാൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ നല്ല പോലെ വീണ്ടും ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇത് വെന്ത് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ നല്ല പോലെ ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ഒരു 7 മിനിറ്റോളം അടുപ്പത്ത് കിടന്ന് നമ്മളെ സാധനങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി തൊലി പോക്കി വെച്ചിട്ടുള്ള നമ്മുടെ 4 കോഴിമുട്ടകളും ചേർത്ത് കൊടുക്കുകയാണേ. നമ്മൾ സെറ്റാക്കിയ 4 കോഴിമുട്ടകളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ജസ്റ്റ് മുകളിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ എഗ് കുറുമ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മൂടി തുറന്ന് ഒന്ന് ഇളക്കി നോക്കിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. സെറ്റാണ് സംഭവം. ഇനി നമുക്ക് അടുപ്പ് അടയ്ക്കാം. നമ്മൾ അടുപ്പ് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെയോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് മറ്റുള്ളവർക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.